ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 76 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 77-ാമത്തെ ശ്ലോകം നോക്കാം. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃപുനഃ. രാജൻ, ഹേ രാജാവേ, ഹരേ, ഹരിയുടെ അഥവാ കൃഷ്ണൻ്റെ അത്യത്ഭുതം, അത്ഭുതകരമായ തദ്രൂപം, ആ രൂപം, അതായത് ആ വിശ്വരൂപ ദർശനം, സംസ്മൃത്യ സംസ്മൃത്യ, ഓർത്തോർത്ത്, അതായത് ഓർക്കുന്തോറും വീണ്ടും വീണ്ടും, മേ എനിക്ക്, മഹാൻ വലിയ, വിസ്മയ വിസ്മയം തോന്നുന്നു, പുനഃപുന വീണ്ടും വീണ്ടും, ഹൃഷ്യാമീച ഞാൻ ഹർഷപുളകിതനായി തീരുകയും ചെയ്യുന്നു. അല്ലയോ രാജാവേ, കൃഷ്ണൻ്റെ അത്ഭുതകരമായ ആ വിശ്വരൂപ ദർശനം ഓർക്കുന്തോറും സ്മരിക്കുന്തോറും എനിക്ക് വലിയ വിസ്മയം തോന്നുന്നു. വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം ഞാൻ ഹർഷപുളകിതനായിത്തീരുന്നു, കോൾമയിർ കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നത്. അല്ലയോ രാജാവേ, ഭഗവാൻ കൃഷ്ണൻ്റെ അത്ഭുതകരമായ ആ വിശ്വരൂപ ദർശനത്തെ വീണ്ടും വീണ്ടും സ്മരിച്ച് ഞാൻ വിസ്മയം കൊള്ളുന്നു. അതിനെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു, ഞാൻ ഹർഷപുളകിതനായിത്തീരുന്നു. ഇതാണ് സഞ്ജയൻ പറയുന്നത്. അർജുനന് മാത്രമായി ഭഗവാൻ നൽകിയ വിശ്വരൂപ ദർശനം ഗുരുകടാക്ഷം കൊണ്ട് സഞ്ജയനും ലഭിച്ചു. സഞ്ജയന് മാത്രമായിരിക്കില്ല ഈ രൂപം ദർശിക്കുവാൻ യോഗ്യത നേടിയ അഥവാ അതിനുള്ള ദിവ്യദൃഷ്ടി നേടിയ വ്യാസന ഉൾപ്പെടെയുള്ള യോഗീശ്വരന്മാർക്കെല്ലാം ആ ദർശന സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകണം. അവരെല്ലാം ആ വിശ്വരൂപ ദർശന സമയത്ത് എവിടെയോ നിന്ന് അതെല്ലാം ദർശിച്ചിട്ടുണ്ടാകണം. ഇവിടെ ആ ഭാഗ്യം തനിക്ക് സിദ്ധിച്ചു എന്നാണ് സഞ്ജയൻ പറയുന്നത്. ആ ദർശനത്തെപ്പറ്റി ഓർക്കുന്തോറും അത് സ്മരണയിൽ വരുമ്പോഴെല്ലാം താൻ രോമാഞ്ചം അനുഭവിക്കുന്നു, തനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു, താൻ ഹർഷപുളകിതനായിത്തീരുന്നു അതിൻ്റെ ഓർമ്മ വരുമ്പോഴെല്ലാം എന്നാണ് സഞ്ജയൻ പറയുന്നത്. മഹാരാജാവായിട്ട് പോലും ധൃതരാഷ്ട്രർക്ക് ലഭിക്കാതെ പോയ ഭാഗ്യമാണ് ആ ദിവ്യ ദർശനം. അതിനെപ്പറ്റിയാണ് ഈ ശ്ലോകത്തിൽ സഞ്ജയൻ സൂചിപ്പിക്കുന്നത്. അതത്ര അത്ഭുതകരവും അവിശ്വസനീയവുമായ ദർശനമായിരുന്നു. അതിനെപ്പറ്റി സ്മരിക്കുമ്പോഴെല്ലാം എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു എന്ന് ആണ് സഞ്ജയൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ശ്ലോകത്തോടു കൂടി ഈ 18-ാം അധ്യായം പൂർത്തിയാവുകയാണ്. അതോടൊപ്പം ഈ ഭഗവത്ഗീത എന്ന ഈ സുപനിഷത്ത് എന്നാണ് അതിന് പറയുന്നത്, ആ ഭഗവത്ഗീത സന്ദേശവും ഭഗവത്ഗീതയും അടുത്ത ഒരു ശ്ലോകത്തോടി പൂർത്തിയാവുകയാണ്. അടുത്ത ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകം 78-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം
നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.